നമ്മൾ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് ഏഷ്യാടെന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ആ പേരൊക്കെ എങ്ങനെ വന്നെന്നുള്ള വിവരം ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു LT ഡ്രീംസ്. കപ്പ കിട്ടിയാ അമ്മച്ചി? കിട്ടി. കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമേ 2 കിലോ എല്ലാണ് ഇത് കഴുകി പിഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകിയത്. അപ്പോൾ അതിൻ്റെ ആ എല്ലാ ചോരമയെല്ലാം പോകാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിച്ച് കഴുകുന്നത്. അപ്പം നല്ലത് കഴുകി പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് 2 കിലോ എല്ലാണിത്. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് ഈ എല്ല് നല്ലതായിട്ട് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 2 മുഴുവൻ വെളുത്തുള്ളി അല്ലിയാക്കിയെടുത്ത് ഒരുക്കിയെടുത്ത് കീറി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചുമക്കണം വരെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി എടുത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ 2 കിലോ എല്ലിനുള്ള സാധനങ്ങളാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാത്തത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ്. ഇത് 1 കപ്പ് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കീറി വൃത്തിയാക്കിയാൽ നമുക്കിതിലേക്ക് കരിയാപ്പല ഇടാം. നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. സബോള ഇടാതെന്ന് വെച്ചാൽ മധുരം കൂടുതലാവുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. എന്നിട്ട് അതിലേക്ക് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. 3 സ്പൂൺ. എന്നാ വെച്ചാൽ കളറിന് വേണ്ടി നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. മുളക് പൊടിയുടെ പച്ച ആ കട ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇട്ട് ഒന്നുകൂടെ വഴത്തുന്നു. ഇനി ഇതിലേക്ക് ഒരു 3-4 സ്പൂണ് മീറ്റ് മസാല, 2 സ്പൂണ് കുരുമുളക് പൊടി, ഇതിനകത്ത് 2 സ്പൂൺ നമ്മൾ ഗരം മസാല. ഇത് നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്കിതിലേക്ക് ഈ എല്ല് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് വാരിയിടാം. അപ്പോൾ ഇത് എണ്ണയും ആ അരപ്പും എല്ലാം കൂടെ കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ശകലം നേരം കിടന്നു വഴരട്ടെ. അപ്പോൾ എണ്ണയും ഈ അരപ്പും എല്ലാം കൂടി ഇതേ പിടിച്ച് നല്ലതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. സ്വല്പം വെള്ളം ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് എടുക്കാനായിട്ട് മാത്രം. ഇതിലേക്ക് നമ്മൾ ഈ 4 ഇലയിടുക. ഇതന്നെ സർവ്വസുഗന്ധിയുടെ ഇലയാണ്. 4 എണ്ണം ഇട്ടു. എല്ല് വിടുന്ന വേഗം നമുക്ക് അപ്പം റെഡിയാക്കാം.
നമുക്കത് ഫ്ലെയിം കുറച്ച് വെക്കാം. കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് 2 വിസിൽ അടിച്ചാൽ മതി. കാരണം എന്നാ ഇത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് എളുപ്പം വേവും. അപ്പോൾ 3 വിസിൽ മൊത്തം അടിച്ചാൽ മതി. 1 വിസിൽ അടിച്ച് കഴിഞ്ഞ് 2 വിസിൽ കുറച്ച് വെച്ചടിച്ച് നമുക്ക് ഓഫ് ചെയ്യണം. നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള അരപ്പ് റെഡിയാക്കാനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് 1 മുറി തേങ്ങായ അത് നമ്മൾ ചിരണ്ടി എടുത്തിരിക്കുക. ചിരണ്ടി വെച്ചാൽ 1 മുറി തേങ്ങ വാർത്തെടുക്കാൻ പോവാണേ. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് 3-4 ഉള്ളി, ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഗരം മസാല, പെരിഞ്ജീരകം, നമ്മളെ മസാല കൂടിനൊക്കെ ആയിരിക്കും സൈസ് പെരിഞ്ജീരകം, സ്വല്പം കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി, കരിയാപ്പില. എന്നിട്ട് നമുക്കൊന്നൊരു മൂക്ക വറക്കാം. തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശരി എണ്ണമയം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം വെന്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കപ്പയ്ക്കുള്ള ഇത് വെള്ളം അടുപ്പ വെച്ച് തീ കത്തിക്കുക. എന്നുവെച്ചാൽ കപ്പ നികന്ന് കിടക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പ വെച്ച് തിളപ്പിച്ച് അതിന് ശേഷമാണ് കപ്പ ഇടുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ ഷുഗറുകാരൊക്കെ കപ്പ തിന്നുമ്പോൾ അവർക്ക് ഷുഗർ കൂടാതിരിക്കും ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ് കപ്പ ഇട്ട് വേവിച്ചാൽ. അപ്പോൾ നമ്മൾ കപ്പയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ വാരി അങ്ങോട്ട് ഇടാം. കപ്പ വാരി ഇടുമ്പോഴത്തേക്ക് വെള്ളം മുഖത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പം വെള്ളം നമ്മൾ കപ്പ ഇട്ട് കഴിയുമ്പം ഇങ്ങനെ നികക്കെ വെള്ളം നിൽക്കണം. കപ്പ തിളച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം വേവായോന്ന്. ഒരു സമയം കൂടെ കിടക്കണം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് ഈ പാത്രത്തിലേക്ക് ഊറ്റി ഇരിക്കുക. കപ്പ റെഡി ആയിട്ടുണ്ട്, എല്ലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ എല്ല് കുടഞ്ഞിടുക. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇടുക. കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടുവാണേ. ഇത്തിരി കരിയാപ്പിലയും കൂടെ ഇടാം. സാധനം അടച്ച് വെക്കണം. നമുക്ക് അരച്ചുകൊണ്ട് വരുന്ന ഇടുന്നിടം വരെ ഇതൊന്ന് ഇവിടെ വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഈ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇടുവാണ് കപ്പയുടെ അരപ്പ്. ഇച്ചിരി നേരം കൂടെ അടച്ചിരിക്കട്ടെ. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം നല്ലതായിട്ട് നമുക്കിനി മിക്സ് ചെയ്യണേ. ഇത് കഴിഞ്ഞൊരു ചെറിയ പരിപാടി ഉണ്ട്, അതും കാണിക്കാം. ഇതേ നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ കപ്പ ബിരിയാണിക്ക് ഏഷ്യാടെന്നും പേര് വരുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഏഷ്യാടെന്നും കൂടെ പേര് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ കുറേ പിള്ളേർ ഇടുക്കി ജില്ലയിൽ നിന്നും തൊടുപുഴ ഭാഗത്തു നിന്നൊക്കെ പങ്കെടുത്തു. അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഈ സ്പോർട്സ് സ്പിരിറ്റിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കപ്പ ബിരിയാണി ഞങ്ങൾ തിന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പ ബിരിയാണിക്ക് അന്ന് തൊട്ട് ഏഷ്യാടെന്നും കൂടെ പേര് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ രഹസ്യം, ഈ പേരിൻ്റെ രഹസ്യം. ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി എന്ന് പറയും, ചിലയിടത്ത് തട്ടും മുട്ടും എന്ന് പറയും, ചിലയിടത്ത് എല്ലും കപ്പ എന്ന് പറയും. അപ്പോൾ ഏത് വേണേലും എടുക്കാം. നമ്മൾ ആ സർവ്വസുഗന്ധ ഡയറാക്കിയിട്ടാണ് നല്ല മണമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇനി ഒരു പണിയും കൂടെ ഉണ്ടെന്നേ. അതാണ് ഈ ശകലം കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും കൂടെ മൂപ്പിച്ച് എന്നെ തൊഴിക്കുവാണേ. തീ ഓഫ് ചെയ്യുക. നമുക്കിതിന് ഏഷ്യാടെന്നോ തട്ടും മുട്ടുമെന്നോ എല്ലും കപ്പയെന്നോ കപ്പ ബിരിയാണിയെന്നോ ഒക്കെ പറയാം. എങ്ങനെയുണ്ട്? കൊതി വരുന്നുണ്ടോ? അടിപൊളി. എനിക്ക് കൊതി വരുന്നുണ്ട്. ഇവിടെ ചീനാമയ്ക്ക് കൊതി വരുന്നുണ്ടെന്ന് പറഞ്ഞു കണ്ടോ. അപ്പൊ ദൂരെ ഇരിക്കുന്ന നിങ്ങൾക്കോ കൊതി താഴെ പോയി. നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ
തേങ്ങാക്കൊത്ത് വറുത്ത് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നെ വെള്ളം ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങ വറുത്തരച്ചുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. നമുക്ക് ഇനി ഒരു വാഴയില വെട്ടിക്കൊണ്ട് വരാം അല്ലേ? നമുക്കൊരു വാഴയില വെട്ടി വാഴയിലേക്ക് അത് വെച്ച് കണ്ടോ മക്കളെ, അടിപൊളി. നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ അറിയാം നല്ല അടിപൊളിയാണ്. വലിയ എരിവൊന്നുമില്ല കേട്ടോ. കപ്പ ബിരിയാണി അത് വാഴയില തിന്നാലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. ആ വാഴയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ മറ്റേ സർവ്വസുഗന്ധി ഇട്ടുകൊണ്ടേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതാ സർവ്വസുഗന്ധി. ഇവിടെയൊക്കെ നമ്മള് സർവ്വസുഗന്ധി എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് നമുക്ക് അറിയത്തില്ല. അയാളൊക്കെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി എവിടെയെങ്കിലും കപ്പ ബിരിയാണി ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ പോയി മേടിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ നോക്കിയാൽ നല്ല ശരിക്കും നമ്മളെ എങ്ങനെ നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മച്ചിമാരുണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ്. അമ്മച്ചിമാർ അതങ്ങനെ ഉണ്ടാക്കുള്ളൂ. മറ്റേ തൊടുപുഴയിലെ ഒരു ഉമ്മായുണ്ട്, ആ ഉമ്മായുടെ കപ്പ ബിരിയാണി ഭയങ്കര ഫേമസാ. ശരി. നമുക്ക് ഇനി അതിലെ പോകുമ്പോ അവിടെ അതെ അതെ നമ്മള് ഉമ്മയുടെ കൂട്ടെന്നാന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബമാണോ പറയണം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. തേങ്ങ വറുത്തരച്ചൊക്കെ ചെയ്തോണ്ടേ നല്ല ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. അതെ, ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.